Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. In a hot, dusty farm in California. കാലിഫോർണിയയിലെ ചൂടേറിയതും പൊടിപടലങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു ഫാമിൽ, ഹോട്ട് എന്നാൽ ചൂടേറിയ, ഡസ്റ്റി എന്നാൽ പൊടി നിറഞ്ഞ, ഫാം എന്നാൽ കൃഷിയിടം. ലിവ്ഡ് അവിടെ ജീവിച്ചിരുന്നു. എൻ ഓൾഡ് വുമൺ ഒരു പ്രായമായ സ്ത്രീ ജീവിച്ചിരുന്നു. ഷീ ഹാഡ് വർക്ക്ഡ് ഓൾ ഹെർ ലൈഫ് വിത്ത് ഹെർ ഹസ്ബൻഡ്. ആ സ്ത്രീ തൻ്റെ ഭർത്താവിനൊപ്പം ജീവിതകാലം മുഴുവൻ ജോലി ചെയ്തിരുന്നു. ഷീ ഹാഡ് വർക്ക്ഡ് അവൾ ജോലി ചെയ്തിരുന്നു. ഓൾ ഹെർ ലൈഫ് ജീവിതകാലം മുഴുവൻ. വിത്ത് ഹെർ ഹസ്ബൻഡ് അവളുടെ ഭർത്താവിൻ്റെ കൂടെ. ദേ വൺസ് ഓൺഡ് ലാർജ് ലാൻഡ്സ് മുമ്പൊരിക്കൽ അവർക്ക് വലിയ തോതിലുള്ള ലാൻഡ് ഉണ്ടായിരുന്നു. ലാൻഡ് എന്നാൽ കൃഷിയിടങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. കോൺഫീൽഡ്സ് ചോളം കൃഷി ചെയ്യുന്ന വയലുകൾ. ആൻഡ് സ്ട്രോങ് അനിമൽസ് ശക്തരായ നല്ല ശക്തിയുള്ള മൃഗങ്ങളും അവർക്ക് ഉണ്ടായിരുന്നു. പണ്ടൊരിക്കൽ അവർക്ക് ഒരുപാട് വലിയ കൃഷിയിടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉടമസ്ഥരായിരുന്നു അവർ. അതിനുശേഷം ആഫ്റ്റർ ഹെർ ഹസ്ബൻഡ് പാസ്ഡ് അവേ അവളുടെ ഭർത്താവ് മരിച്ചു പോയതിനു ശേഷം ഷി വാസ് അലോൺ ആ സ്ത്രീ തനിച്ചായിരുന്നു. ഹെർ ഡോട്ടർ ആ സ്ത്രീയുടെ മകൾ ലിവ്ഡ് ജീവിച്ചിരുന്നത് വിത്ത് ഹെർ ആൻഡ് ഹെർ ഹസ്ബൻഡ് ആ സ്ത്രീയുടെ മകൾ ജീവിച്ചിരുന്നത് ആ സ്ത്രീയുടെയും അവളുടെ ഭർത്താവിൻ്റെയും കൂടെയായിരുന്നു. ദ സൺ ഇൻ ലോ വാസ് ലേസി സൺ ഇൻ ലോ എന്നാൽ മരുമകൻ, ലേസി എന്നാൽ മടിയനായ. മരുമകൻ മടിയനായിരുന്നു. ഹി സ്ലപ്റ്റ് അവൻ ഉറങ്ങിയിരുന്നു. മോർ ദാൻ ഹി വർക്ക്ഡ് അവൻ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവൻ ഉറങ്ങിയിരുന്നു. ദി ഓൾഡ് വുമൻസ് നീസ് ഹേർട്ട് നീസ് എന്നാൽ കാൽമുട്ടുകൾ. ആ പ്രായമായ സ്ത്രീയുടെ കാൽമുട്ടുകൾ വേദനിച്ചു. അവൾ പതിയെ ക്ഷീണിച്ച് ദുർബലയായി. ഗ്രൂ വീക്ക് എന്നാൽ ദുർബലയായി. ഷീ സ്പെൻറ്റ് ആ സ്ത്രീ ചിലവഴിച്ചു. ഹെർ ഡേയ്സ് ആ സ്ത്രീയുടെ ദിവസങ്ങൾ ചിലവഴിച്ചു. സിറ്റിംഗ് ഇൻ ദ ഹാൾവേ എന്നാൽ ഇടനാഴി. ആ സ്ത്രീ ഇടനാഴിയിൽ ഇരുന്നു കൊണ്ട് ആ സ്ത്രീയുടെ ദിവസങ്ങൾ ചിലവഴിച്ചു. ലുക്കിംഗ് ദ ഹൊറൈസൺ റിമെമ്പറിംഗ് ദ പാസ്റ്റ് ഹൊറൈസൺ എന്നാൽ ചക്രവാളം. ലുക്കിംഗ് അറ്റ് ദ ഹൊറൈസൺ ചക്രവാളത്തിലേക്ക് നോക്കിക്കൊണ്ട്. റിമെമ്പറിംഗ് ദ പാസ്റ്റ് എന്നാൽ കഴിഞ്ഞ കാലം. കഴിഞ്ഞു പോയ കാലത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടും ചക്രവാളത്തിലേക്ക് നോക്കി നിന്നുകൊണ്ടും ആ സ്ത്രീയുടെ സമയം ചിലവഴിച്ചു. ദ ഡോട്ടർ മകൾ ഹു വാസ് വൺസ് എ ഹാപ്പി ചൈൽഡ് മുമ്പ് സന്തോഷവതിയായ കുട്ടിയായിരുന്ന ആ മകൾ വാസ് നൗ ഇംപേഷ്യൻ്റ് ഇപ്പോൾ ഇംപേഷ്യൻ്റ് എന്നാൽ ക്ഷമയില്ലാത്ത. പണ്ടൊരിക്കൽ സന്തോഷവതിയായിരുന്ന കുട്ടി ആ മകൾ ഇപ്പോൾ ക്ഷമയില്ലാത്തവളാണ്. ഷീ ഡിഡ് നോട്ട് ഹെൽപ്പ് മച്ച് കൂടുതൽ സഹായിച്ചിരുന്നില്ല. ഹെർ ഹസ്ബൻഡ് ആ മകളുടെ ഭർത്താവ് സംടൈംസ് വർക്ക് ചില സമയങ്ങളിൽ ജോലി ചെയ്തിരുന്നു. ബട്ട് എന്നാൽ മോസ്റ്റ്ലി ഹി ലേ അറൗണ്ട് മോസ്റ്റ്ലി എന്നാൽ ഒട്ടുമിക്ക സമയവും. ആ മകളുടെ ഭർത്താവ് ഇടയ്ക്കിടെ ജോലി ചെയ്തിരുന്നു. എങ്കിലും കൂടുതലായും അലസനായി സമയം ചിലവഴിക്കുകയായിരുന്നു. വൺ നൈറ്റ് ഒരു ദിവസം രാത്രി. വെൻ ദേ ഹാഡ് ലിറ്റിൽ ഫുഡ് ഒരു ദിവസം രാത്രി അവർക്ക് ഭക്ഷണം വളരെ കുറവായിരുന്നു. ആ സമയത്ത് ദ കപ്പിൾ സ്പോക്ക് ക്വയറ്റ്ലി എന്നാൽ നിശബ്ദമായിക്കൊണ്ട്. കപ്പിൾ എന്നാൽ ദമ്പതികൾ, സ്പോക്ക് എന്നാൽ സംസാരിച്ചു. ആ ദമ്പതികൾ നിശബ്ദമായിക്കൊണ്ട് പറഞ്ഞു, ഇഫ് യു ഡു നത്തിങ് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ വി വിൽ ഹാവ് നത്തിങ് ടു ഈറ്റ് വി വിൽ ഹാവ് നത്തിങ് നമുക്ക് ഒന്നും ഉണ്ടാവുകയില്ല. ടു ഈറ്റ് ഭക്ഷിക്കാൻ നമുക്ക് ഒന്നും ഉണ്ടാവുകയില്ല. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും ഭക്ഷിക്കാൻ ഉണ്ടാവുകയില്ല. സെഡ് ദ ഹസ്ബൻഡ് ഭർത്താവ് പറഞ്ഞു. ദ ഡോട്ടർ ആൻസേർഡ് കോൾഡ്ലി എന്നാൽ അർത്ഥം കടുപ്പത്തോടെ എന്നുള്ള അർത്ഥമാണ്. കടുപ്പത്തോടെ ആ മകൾ മറുപടി നൽകി. ആൻസേർഡ് എന്നാൽ മറുപടി നൽകി. ദ സൊല്യൂഷൻ ഈസ് സിമ്പിൾ സൊല്യൂഷൻ എന്നാൽ പരിഹാരം വളരെ ലളിതമാണ്. മദർ മസ്റ്റ് ലീവ് അമ്മ തീർച്ചയായും ഇവിടെ നിന്നും പോകണം. മദർ മസ്റ്റ് ലീവ്. വി നീഡ് ദിസ് ഹൗസ് ഫോർ അവർ സെൽഫ്സ് ഈ വീട് നമ്മൾക്കു തന്നെ വേണം. ഈ വീട് നമ്മളുടേത് തന്നെ ആയിരിക്കണം. ദ നെക്സ്റ്റ് മോർണിംഗ് അടുത്ത ദിവസം രാവിലെ. ദി ഓൾഡ് വുമൺ ആ പ്രായമായ സ്ത്രീ സാറ്റ് ഇൻ ഹെർ റോക്കിംഗ് ചെയർ
റോക്കിംഗ് ചെയർ എന്നാൽ ആട്ടക്കസേര എന്നുള്ള അർത്ഥമാണ്. മുന്നോട്ടും പിന്നോട്ടും ആടുന്ന കസേര, അതാണ് റോക്കിംഗ് ചെയർ. പിറ്റേന്ന് രാവിലെ ആ വയോധിക തൻ്റെ ആടിക്കസേരയിൽ ഇരിക്കുകയായിരുന്നു. ഷീ ഹേർഡ്, ആ സ്ത്രീ കേട്ടു. ഹിയർ എന്നാൽ കേൾക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഹേർഡ്, കേട്ടു. ഷീ ഹേർഡ്, ആ സ്ത്രീ കേട്ടു. ബോക്സസ് ബീയിങ് മൂവ്ഡ്, പെട്ടികൾ ചലിക്കുന്ന ശബ്ദം കേട്ടു. ഹറിഡ് സ്റ്റെപ്സ് ആൻഡ് ലൗഡ് വോയിസസ്, വേഗത്തിലുള്ള ധൃതിയിലുള്ള കാലൊച്ചകളും ഉച്ചത്തിലുള്ള ശബ്ദങ്ങളും ആ സ്ത്രീ കേട്ടു. ഷീ വെൻറ്റ് ഔട്ട് സൈഡ്, ആ സ്ത്രീ പുറത്തേക്ക് പോയി. ആൻഡ് സോ, പുറത്തേക്ക് പോയപ്പോൾ കണ്ടു. ഹെർ ഡോട്ടർ ആൻഡ് സൺ ഇൻ ലോ, ആ സ്ത്രീയുടെ മകളെയും മരുമകനെയും ആ സ്ത്രീ കണ്ടു. പുറത്തേക്ക് പോയപ്പോൾ കണ്ടു. ദേ വേർ ടേക്കിംഗ് ഹെർ ക്ലോത്ത്സ്, ആ സ്ത്രീയുടെ വസ്ത്രങ്ങൾ കൊണ്ടുപോകുകയായിരുന്നു. ആ പ്രായമായ സ്ത്രീയുടെ വസ്ത്രങ്ങൾ കൊണ്ടുപോകുകയായിരുന്നു, പുറത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഷൂസ് ആൻഡ് ബ്ലാങ്കറ്റ്സ് ടു ദ സ്ട്രീറ്റ്, തെരുവിലേക്ക് കൊണ്ട് കളയുകയായിരുന്നു. ആ സ്ത്രീയുടെ വസ്ത്രങ്ങളും ഷൂവുകളും അതുപോലെ പുതപ്പുകളും ഇതാണ് ആ സ്ത്രീ കണ്ടത്, ആ പ്രായമായ സ്ത്രീ കണ്ടത്. വാട്ട് ആർ യു ഡൂയിങ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഷീ ആസ്ക്ഡ്, ആ പ്രായമായ സ്ത്രീ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ട്രംബ്ലിങ് എന്നാൽ വിറച്ചുകൊണ്ട് ആ സ്ത്രീ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മദർ, അമ്മേ. യു മസ്റ്റ് ഗോ, നിങ്ങൾ തീർച്ചയായും പോകണം. വി കനോട്ട് കണ്ടിന്യൂ, ഞങ്ങൾക്ക് തുടരാൻ സാധിക്കുകയില്ല. ലൈക്ക് ദിസ്, ഇതുപോലെ ഞങ്ങൾക്ക് തുടരാൻ സാധിക്കുകയില്ല. വി നീഡ് ദ സ്പേസ്, ഞങ്ങൾക്ക് ആവശ്യത്തിന് സ്ഥലം വേണം. ഇങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല, ഞങ്ങൾക്ക് ആവശ്യത്തിന് സ്ഥലം വേണം. സെഡ് ഹെർ ഡോട്ടർ, ആ പ്രായമായ സ്ത്രീയുടെ മകൾ പറഞ്ഞു. നോട്ട് ലുക്കിംഗ് അറ്റ് ഹെർ, അവളെ നോക്കാതെ, ആ സ്ത്രീയെ നോക്കാതെ മകൾ പറഞ്ഞു. ലീവ് മൈ ഓൺ ഹൗസ്, എൻ്റെ സ്വന്തം വീട് ഉപേക്ഷിക്കുകയോ? വിസ്പേർഡ് ദി ഓൾഡ് വുമൺ, വിസ്പേർഡ് എന്നാൽ താണ ശബ്ദത്തിൽ പറഞ്ഞു. പതുക്കെ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ വീട് ഉപേക്ഷിക്കുകയോ, എൻ്റെ സ്വന്തം വീട് ഉപേക്ഷിക്കുകയോ? നോ വൺ ആൻസേർഡ്, ആരും മറുപടി പറഞ്ഞില്ല. ദ സൺ ഇൻ ലോ, മരുമകൻ. പുട്ട് ദ ലാസ്റ്റ് ബോക്സ് ഓൺ ദ ഗ്രൗണ്ട്, മരുമകൻ അവസാനത്തെ പെട്ടിയും തറയിലേക്കിട്ടു. പുട്ട് എന്നാൽ ഇട്ടു. സ്ലാംഡ് ദ ഡോർ, സ്ലാം എന്നാൽ ഉറക്കെ അടയ്ക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ. സ്ലാംഡ്, ഉറക്കെ അടച്ചു. ദ ഡോർ, വാതിൽ ഉറക്കെ അടച്ചു. ആൻഡ് വെൻ ബാക്ക് ഇൻസൈഡ്, എന്നിട്ട് അകത്തേക്ക് തിരിച്ചുപോയി. വെൻ ബാക്ക് എന്നാൽ തിരിച്ചുപോയി, ഇൻസൈഡ് എന്നാൽ അകത്തേക്ക്. ദ ഡോട്ടർ, മകൾ. ടേൺഡ് അവേ എന്നാൽ മുഖം തിരിച്ചു പോയി. വിത്തൗട്ട് ടച്ചിങ് ഹെർ മദർ, അവളുടെ അമ്മയെ തൊടാതെ സ്പർശിക്കുക പോലും ചെയ്യാതെ മുഖം തിരിച്ചു പോയി. ദി ഓൾഡ് വുമൺ, ആ പ്രായമായ സ്ത്രീ. ഇരുന്നു. സാറ്റ് ഓൺ ദ സ്റ്റെപ്പ് ആൻഡ് ക്രൈഡ്, ആ പ്രായമായ സ്ത്രീ സ്റ്റെപ്പിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞു. സാറ്റ് എന്നാൽ ഇരുന്നു, ക്രൈഡ് എന്നാൽ കരഞ്ഞു. ഷീ ക്രൈഡ്, ആ പ്രായമായ സ്ത്രീ കരഞ്ഞു. അൻറ്റിൽ എന്നാൽ അതുവരെ. അൻറ്റിൽ ദ സൺ വെൻറ്റ് ഡൗൺ, സൂര്യൻ അസ്തമിക്കുന്നതുവരെ ആ പ്രായമായ സ്ത്രീ കരഞ്ഞുകൊണ്ടിരുന്നു. ബട്ട് എന്നാൽ ഷീ ഹാഡ് എ സീക്രട്ട് എന്നാൽ രഹസ്യം, ഹാഡ് എന്നാൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രായമായ സ്ത്രീ ഒരു രഹസ്യം സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. ഇയേഴ്സ് എഗോ, വർഷങ്ങൾക്ക് മുമ്പ്. വെൻ ഹെർ ഹസ്ബൻഡ് ലിവ്ഡ്, അവളുടെ, ആ സ്ത്രീയുടെ ഭർത്താവ് ജീവിച്ചിരുന്ന സമയത്ത്. ദേ സേവ്ഡ്, അവർ സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നു, അവർ മിച്ചം വച്ചിട്ടുണ്ടായിരുന്നു. എ ലോട്ട് ഓഫ് മണി, ഒരുപാട് പണം അവർ സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നു. ഷീ സോൾഡ്, ആ സ്ത്രീ വിൽപ്പന നടത്തിയിരുന്നു. സം ലാൻഡ്സ്, കുറച്ച് കൃഷിയിടങ്ങൾ വിറ്റിട്ടുണ്ടായിരുന്നു. സ്ലോലി, സാവധാനം വിറ്റിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹിഡ് ദ മണി, ഹിഡ് എന്നാൽ ഒളിപ്പിച്ചു വച്ചു. ഹൈഡ് എന്നാൽ ഒളിപ്പിക്കുക, അതിൻ്റെ പാസ്റ്റാണ്. ഹിഡ്, ഒളിപ്പിച്ചു വച്ചിരുന്നു. ഇൻ എ സ്റ്റോൺ ബോക്സ് നിയർ ദ കൗപ്പൻ, കൗപ്പൻ എന്നാൽ അർത്ഥം പശുത്തൊഴുത്ത് എന്നുള്ള അർത്ഥമാണ്. നിയർ ദ കൗപ്പൻ എന്നാൽ പശുത്തൊഴുത്തിനടുത്ത്. സ്റ്റോൺ ബോക്സ് എന്നാൽ കൽപ്പട്ടി. അവൾ കുറച്ച് ഭൂമി വിറ്റ് കിട്ടിയ പണം ഒരു പശുത്തൊഴുത്തിനു സമീപമുള്ള ഒരു കൽപ്പട്ടിയിൽ ഒളിപ്പിച്ചിരുന്നു. ഷീ നെവർ ടോൾഡ് ഹെർ ഡോട്ടർ, അവൾ ഒരിക്കലും അവളുടെ മകളോട് പറഞ്ഞിരുന്നില്ല. വെൻ നൈറ്റ് കെയിം, രാത്രി വന്നെത്തിയപ്പോൾ. ഷീ സ്റ്റുഡ് അപ്പ്, ആ സ്ത്രീ എഴുന്നേറ്റു. ആൻഡ് വെൻ ടു ദ കൗപ്പൻ, എന്നിട്ട് വെൻറ്റ് എന്നാൽ പോയി. ടു ദ കൗപ്പൻ, ആ പശുത്തൊഴുത്തിനടുത്തേക്ക് ആ സ്ത്രീ പോയി. ഷീ മൂവ് ദ സ്റ്റോൺസ്, കല്ലുകൾ ആ സ്ത്രീ നീക്കി മാറ്റി. ആൻഡ് ഫൗണ്ട് ദ മണി, അങ്ങനെ ആ പണം കണ്ടെത്തി. ഇറ്റ് വാസ് ഇനഫ് ടു സ്റ്റാർട്ട് അഗെയിൻ,
വീണ്ടും ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ആ പണം ധാരാളം മതിയായിരുന്നു. ഇറ്റ് വാസ് ഇനഫ് എന്നാൽ അത് ധാരാളം മതിയായിരുന്നു. ടു സ്റ്റാർട്ട് അഗൈൻ വീണ്ടും ആരംഭിക്കാൻ വേണ്ടി. വീണ്ടും എന്തെങ്കിലും ആരംഭിക്കാൻ വേണ്ടി ആ പണം ധാരാളം മതിയായിരുന്നു. ഷീ പാക്ഡ് ഹെർ തിങ്സ് ആൻഡ് ലെഫ്റ്റ്. ഷീ പാക്ഡ് ആ സ്ത്രീ പാക്ക് ചെയ്തു. ഹെർ തിങ്സ് ആ സ്ത്രീയുടെ വസ്തുക്കൾ ആ സ്ത്രീ പാക്ക് ചെയ്തു. ആൻഡ് ലെഫ്റ്റ് എന്നിട്ട് അവിടം വിട്ടു പോയി. ഷീ വോക്ക്ഡ് ആ സ്ത്രീ നടന്നു പോയി. സ്ലോലി സാവധാനത്തിൽ അലോങ് ദ ഡേർട്ട് റോഡ് നെക്സ്റ്റ് ടു ദ കോൺഫീൽഡ്സ്. അലോങ് എന്നുള്ള അർത്ഥം അതിലൂടെ എന്നുള്ള അർത്ഥമാണ്. അലോങ് ദ ഡേർട്ട് റോഡ്. ഡേർട്ട് എന്നാൽ ചെളി നിറഞ്ഞ. അലോങ് ദ ഡേർട്ട് റോഡ് മൺവഴിയിലൂടെ ചെളി നിറഞ്ഞ വഴിയിലൂടെ. നെക്സ്റ്റ് ടു ദ കോൺഫീൽഡ്സ് ചോളപ്പാടങ്ങൾക്ക് സമീപത്തുകൂടെ എന്നുള്ള അർത്ഥമാണ്. ചോളപ്പാടങ്ങളുടെ അരികിലൂടെ. കോൺഫീൽഡ്സ് എന്നാൽ ചോളപ്പാടങ്ങൾ. നെക്സ്റ്റ് എന്നാൽ അടുത്തുകൂടെ. ചോളപ്പാടങ്ങളുടെ അരികിലുള്ള പൊടിപടലങ്ങൾ നിറഞ്ഞിട്ടുള്ള വഴിയിലൂടെ അവൾ മെല്ലെ മെല്ലെ നടന്നുപോയി. ദ ഡോട്ടർ ആൻഡ് സൺ ഇൻ ലോ സ്റ്റേഡ് ഇൻ ദി ഓൾഡ് ഹൗസ്. സ്റ്റേഡ് എന്നാൽ തുടർന്ന് താമസിച്ചു. മകളും മരുമകനും ആ പഴയ വീട്ടിൽ തുടർന്നു താമസിച്ചു. ദേ സ്ലെപ്റ്റ് അവർ ഉറങ്ങി. അവിടെ ദാറ്റ് നൈറ്റ് അന്ന് രാത്രി അവർ അവിടെ ഉറങ്ങി. ദി ഓൾഡ് വുമൺ ആ പ്രായമായ സ്ത്രീ റീച്ച്ഡ് എത്തിച്ചേർന്നു. അനദർ ഫാം മറ്റൊരു കൃഷിയിടത്തിൽ ആ പ്രായമായ സ്ത്രീ എത്തിച്ചേർന്നു. ദി ഓണേഴ്സ് ന്യൂ ഹെർ ഫ്രം ദ പാസ്റ്റ്. ദി ഓണേഴ്സ് ന്യൂ അതിൻ്റെ ഉടമസ്ഥർക്ക് അറിയുമായിരുന്നു. ദി ഓണേഴ്സ് ന്യൂ അതിൻ്റെ ഉടമസ്ഥർക്ക് അറിയുമായിരുന്നു. ഹെർ അവളെ ആ പ്രായമായ സ്ത്രീയെ ഫ്രം ദ പാസ്റ്റ് കഴിഞ്ഞുപോയ കാലങ്ങൾക്ക് മുമ്പേ അതിൻ്റെ ഉടമസ്ഥർക്ക് ആ സ്ത്രീയെ അറിയുമായിരുന്നു. ദേ ഗെയ്വ് അവർ നൽകി. ഹെർ ഫുഡ് ദേ ഗെയ്വ് ഹെർ ഫുഡ് അവർ അവൾക്ക് ഭക്ഷണം നൽകി. ആ പ്രായമായ സ്ത്രീക്ക് ഭക്ഷണം നൽകി. ടീ ചായ നൽകി. ആൻഡ് എ സ്മോൾ റൂം ഒരു ചെറിയ റൂമും നൽകി. ദേ റെസ്പെക്റ്റഡ് ആ പ്രായമായ സ്ത്രീ അവർ ബഹുമാനിച്ചു. ദ നെക്സ്റ്റ് മോർണിംഗ് അടുത്ത ദിവസം രാവിലെ. ഷീ ആസ്ക്ഡ് ആ സ്ത്രീ ചോദിച്ചു. ഇഫ് ദർ വാസ് ലാൻഡ് ഫോർ സെയിൽ ഇവിടെ വിൽപ്പനയ്ക്കുള്ള കൃഷിസ്ഥലം ഉണ്ടോ കൃഷിയിടം ഉണ്ടോ എന്ന് അടുത്ത ദിവസം രാവിലെ പ്രായമായ സ്ത്രീ ചോദിച്ചു. യെസ് മോം അതെ. ദർ ആർ ഫാംസ് നിയർ ബൈ. നിയർ ബൈ എന്നാൽ അടുത്ത്. ഇവിടെ അടുത്തായിട്ട് കൃഷിസ്ഥലങ്ങൾ ഉണ്ട്. ദേ സെഡ് അവർ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന അയൽവാസികൾ പറഞ്ഞു. ഷീ ബോട്ട് ആ സ്ത്രീ വാങ്ങിച്ചു. എ ലാർജ് പീസ് ഓഫ് ലാൻഡ് വിത്ത് ഹെർ മണി ആ സ്ത്രീയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ പണം കൊണ്ട് ഒരു വലിയ കൃഷിസ്ഥലം ആ സ്ത്രീ വാങ്ങിച്ചു. ബൈ എന്നാൽ വാങ്ങുക. അതിൻ്റെ പാസ്റ്റാണ് ബോട്ട്. വാങ്ങിച്ചു. നെയ്ബേഴ്സ് ഹെൽപ്ഡ് അയൽവാസികൾ സഹായിച്ചു. അവളെ ആ പ്രായമായ സ്ത്രീയെ സഹായിച്ചു. ബിൽഡിംഗ് എ സ്ട്രോങ് വുഡൻ ഹൗസ്. വുഡൻ ഹൗസ് എന്നാൽ മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീട്. മരം കൊണ്ട് ഒരു വീടുണ്ടാക്കാൻ അയൽവാസികൾ ആ സ്ത്രീയെ സഹായിച്ചു. റീബിൽഡ് എന്നാൽ വീണ്ടും പണിയുക എന്നുള്ള അർത്ഥമാണ്. പുനർനിർമ്മാണം നടത്തുക. അതിൻ്റെ പാസ്റ്റാണ് റീബിൽഡ്. പുനർനിർമ്മാണം നടത്തി. ആ സ്ത്രീ സാവധാനം വീണ്ടും ആ സ്ത്രീയുടെ ജീവിതം പടുത്തുയർത്തി. ഷീ ഹാഡ് ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നു എ ന്യൂ ഫ്രണ്ട് ആ സ്ത്രീക്ക് ഒരു പുതിയ സുഹൃത്ത് ഉണ്ടായിരുന്നു. എ കൈൻഡ് ബോയ് ഒരു ദയാലുത്വമുള്ള ഒരു പയ്യനായിരുന്നു അത്. ഹി ഹെൽപ്ഡ് അവൻ സഹായിച്ചു. അവളെ സ്ത്രീയെ സഹായിച്ചു. വിത്ത് സ്മോൾ ടാസ്ക്സ് ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ ആ പയ്യൻ അവളെ സഹായിച്ചു. ക്യാരിയിങ് വാട്ടർ വെള്ളം കൊണ്ടുവരാൻ സഹായിച്ചു. ഫീഡിങ് ചിക്കൻസ് കോഴികൾക്ക് ഭക്ഷണം നൽകാൻ സഹായിച്ചു. ആൻഡ് ഗ്യാദറിങ് ഫയർ വുഡ് ഗ്യാദർ എന്നാൽ ശേഖരിക്കുക. ഫയർ വുഡ് എന്നാൽ കത്തിക്കാനുള്ള വിറകുകൾ. കത്തിക്കാനുള്ള വിറകുകൾ ശേഖരിക്കാനും വെള്ളം കൊണ്ടുവരാനും കോഴികൾക്ക് ഭക്ഷണം നൽകാനും മറ്റുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്യാനും ആ പയ്യൻ ആ സ്ത്രീയെ സഹായിച്ചു. ദ നെയ്ബേഴ്സ് റെസ്പെക്റ്റഡ് അയൽവാസികൾ അവളെ ബഹുമാനിച്ചിരുന്നു. ഷീ സ്മൈൽഡ് അറ്റ് എവരി വൺ എല്ലാവരോടും ആ സ്ത്രീ പുഞ്ചിരിച്ചു. ആൻഡ് ഗേവ് ടീ ടു വിസിറ്റേഴ്സ് സന്ദർശകർക്ക് ആ സ്ത്രീ ചായ നൽകി. ഗെയ്വ് എന്നാൽ നൽകി. ഷീ നെവർ സ്പോക്ക് ആ സ്ത്രീ ഒരിക്കലും സംസാരിച്ചില്ല. ഓഫ് ഹെർ ഡോട്ടർ അവളുടെ മകളെക്കുറിച്ച് ഒരിക്കലും ആ സ്ത്രീ സംസാരിച്ചില്ല. മീൻ വൈൽ അതേസമയം ദ ഡോട്ടർ ആൻഡ് സൺ ഇൻ ലോ മകളും മരുമകനും ലിവ്ഡ് ജീവിച്ചു. ഇൻ ദി ഓൾഡ് ഹൗസ് ആ പഴയ വീട്ടിൽ അതേസമയം മകളും മരുമകനും ജീവിച്ചു.
ദേ ഡിഡ് നോട്ട് വർക്ക്. അവർ ജോലി ചെയ്തില്ല. ദ ഹൗസ് ഫെൽ അപ്പാർട്ട്. ഫാൾ അപ്പാർട്ട് എന്നാൽ തകരുക എന്നുള്ള അർത്ഥമാണ്. തകർന്നടിയുക, അതിൻ്റെ പാസ്റ്റാണ് ഫെൽ അപ്പാർട്ട്. തകർന്നടിഞ്ഞു, ആ വീട് തകർന്നടിഞ്ഞു. ദ യാർഡ് മുറ്റം. ഫിൽഡ് വിത്ത് വീഡ്സ്. ഫിൽഡ് എന്നാൽ നിറഞ്ഞു. വീഡ്സ് എന്നാൽ കഞ്ചാവ്, കാട്ടുപുല്ല്, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ കാട്ടുപുല്ല് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ വീടിൻ്റെ മുറ്റം കാട്ടുപുല്ലുകൾ കൊണ്ട് നിറഞ്ഞു. ഫിൽഡ് എന്നാൽ നിറഞ്ഞു. വിത്ത് വീഡ്സ്, കാട്ടുപുല്ലുകൾ കൊണ്ട്. ദേ ഗ്രൂ പുവറർ. കാലക്രമേണ അവരുടെ ദാരിദ്ര്യം വർദ്ധിച്ചു. അവർ ക്രമേണ ദരിദ്രരായി മാറി. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ. ദ സൺ ഇൻ ലോ വാണ്ടഡ് ടു ഫൈൻഡ് വർക്ക്. ഒരു ദിവസം രാവിലെ മരുമകന് ജോലി കണ്ടെത്തണമെന്ന് തോന്നി. ഹി വോക്ക്ഡ്. അവൻ നടന്നു. അണ്ടർ ദ ഹോട്ട് സൺ. ചൂടുള്ള സൂര്യന് കീഴെ അവൻ നടന്നു. ചൂടുള്ള സമയത്ത്, സൂര്യൻ നല്ല ചൂടുള്ള സമയത്ത് അവൻ നടന്നു. ഹി സോ. അവൻ കണ്ടു. എ ബ്യൂട്ടിഫുൾ ന്യൂ ഫാം. ഒരു മനോഹരമായ ഒരു പുതിയ കൃഷിയിടം അവൻ കണ്ടു. ഹി നോക്ക്ഡ് ഓൺ ദ ഡോർ. അവൻ വാതിലിൽ മുട്ടി. ദി ഓൾഡ് വുമൺ ഓപ്പൺഡ്. ആ പ്രായമായ സ്ത്രീ വാതിൽ തുറന്നു. യു. ഹി ആസ്ക്ഡ്. നിങ്ങളോ? ഹി ആസ്ക്ഡ്. അവൻ ചോദിച്ചു. ആ മരുമകൻ ചോദിച്ചു. യെസ്, അതെ. ഷീ സെഡ് കാംലി. കാംലി എന്നാൽ ശാന്തമായിക്കൊണ്ട്. ശാന്തമായ സ്വരത്തിൽ ആ സ്ത്രീ പറഞ്ഞു. അതെ, ഞാൻ തന്നെ. ഐ നീഡ് വർക്ക്. എനിക്ക് ജോലി വേണം. ഐ ഹാവ് നോ വേർ ടു ഗോ. എനിക്ക് പോകാൻ ഒരു ഇടവുമില്ല. എനിക്ക് പോകാൻ മറ്റെവിടെയും സ്ഥലമില്ല. ഹി സെഡ് നെർവസ്ലി. നെർവസ്ലി എന്നാൽ ധൈര്യമില്ലാതെ. ധൈര്യമില്ലാത്ത സ്വരത്തിൽ അവൻ പറഞ്ഞു. എനിക്ക് മറ്റെവിടെയും പോകാനില്ല. എനിക്കൊരു ജോലി വേണം. ദി ഓൾഡ് വുമൺ നോഡഡ്. ആ പ്രായമായ സ്ത്രീ തലയാട്ടി. യു ക്യാൻ വർക്ക് ഹിയർ. നിനക്കിവിടെ ജോലി ചെയ്യാം. ബട്ട് വൺ കണ്ടീഷൻ. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. യു മസ്റ്റ് നെവർ ടെൽ യുവർ വൈഫ് എബൌട്ട് ദിസ് ഫാം ഓർ മീ. യു മസ്റ്റ് നെവർ ടെൽ. നീ ഒരിക്കലും പറയരുത് യുവർ വൈഫ്, നിൻ്റെ ഭാര്യയോട്, എബൌട്ട് ദിസ് ഫാം ഓർ മീ, എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഫാമിനെക്കുറിച്ചോ ഒരിക്കലും നീ നിൻ്റെ ഭാര്യയോട് പറയരുത്. ഇതാണ് വ്യവസ്ഥ. ഓക്കെ, ഐ പ്രോമിസ്. ഞാൻ വാക്കു തരുന്നു. ഹി സെഡ്. അവൻ പറഞ്ഞു. ഞാൻ ഒരിക്കലും പറയുകയില്ല. അദ്ദേഹം പറഞ്ഞു. ഹി വർക്ക്ഡ് എവറി ഡേ. അവൻ എല്ലാ ദിവസവും ജോലി ചെയ്തു. ഹി ഫെഡ് ചിക്കൻസ്. അവൻ കോഴികൾക്ക് ഭക്ഷണം നൽകി. ക്ലീൻ ദ യാർഡ്. യാർഡ് വൃത്തിയാക്കി. ആൻഡ് ഹെൽപ്ഡ് വിത്ത് ദ സ്മോൾ കോൺഫീൽഡ്സ്. ആ ചെറിയ ചോളപ്പാടം നോക്കി നടത്താൻ അവൻ സഹായിച്ചു. എവറി ഡേ. എല്ലാ ദിവസവും. ദ വുമൺ ആസ്ക്ഡ്. ആ സ്ത്രീ ചോദിച്ചിരുന്നു. ഹൗ ഈസ് മൈ ഡോട്ടർ. എൻ്റെ മകൾക്ക് എങ്ങനെയുണ്ട്? ഹി ഓൾവേസ് സെഡ്. അവൻ എപ്പോഴും. മരുമകൻ പറഞ്ഞു. ഷീസ് അറ്റ് ഹോം. അവൾ വീട്ടിലുണ്ട്. ഡൂയിങ് ഹെർ തിങ്സ്. അവളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൾ വീട്ടിലിരിക്കുന്നു. വൺ ഡേ. ഒരു ദിവസം. ദ ഡോട്ടർ. മകൾ. ഫോളോഡ് ഹിം. അവനെ പിന്തുടർന്നു. ഭർത്താവിനെ പിന്തുടർന്നു. ഷീ ഫൗണ്ട് ദ ഫാം. അവൾ ആ കൃഷിയിടം കണ്ടെത്തി. ഷീ സോ എ ബ്യൂട്ടിഫുൾ ഹൗസ് വിത്ത് ചിക്കൻസ് ഇൻ ദ യാർഡ്. മുറ്റത്ത് കോഴികളുള്ള ഒരു മനോഹരമായ വീട് അവൾ കണ്ടു. ഓൾ ദിസ് ടൈം. ഇത്രയും കാലം. യു ലിവ്ഡ് ഹിയർ. നിങ്ങൾ ഇവിടെ ജീവിച്ചു. വൈൽ ഐ സ്റ്റാർഡ്. സ്റ്റാർ വന്നാൽ പട്ടിണി കിടക്കുക എന്നുള്ള അർത്ഥമാണ്. വൈൽ ഐ സ്റ്റാർഡ് എന്നാൽ ഞാൻ പട്ടിണി കിടക്കുന്നതിനിടയിൽ. ഞാൻ പട്ടിണിയിലായിരുന്ന ഇത്രയും കാലം നിങ്ങൾ ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഷീ ഷൗട്ടഡ്. അവൾ ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു. ദി ഓൾഡ് വുമൺ ലിസൺ കാംലി. ആ പ്രായമായ സ്ത്രീ ശാന്തമായിക്കൊണ്ട് കേട്ടുനിന്നു. ആർ യു ഫിനിഷ്ഡ്. നീ പറഞ്ഞ് പൂർത്തീകരിച്ചോ? ഷീ ആസ്ക്ഡ്. അവൾ ചോദിച്ചു. യു ലെഫ്റ്റ് മീ. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു. ദ ഡോട്ടർ സെഡ്. മകൾ പറഞ്ഞു. നൗ യു ഹാവ് എ ഹൗസ്. ഇപ്പോൾ നിങ്ങൾക്കൊരു വീടുണ്ട്. ആൻഡ് ഐ വാണ്ട് ഇറ്റ്. എനിക്കിത് വേണം. ദി ഓൾഡ് വുമൺ റിപ്ലൈഡ്. ആ പ്രായമായ സ്ത്രീ മറുപടി പറഞ്ഞു. ഐ ഡിഡ് നോട്ട് ഗിവ് യു എനിത്തിങ്. ഞാൻ നിനക്ക് ഒന്നും നൽകിയില്ല. ബിക്കോസ്. കാരണം. യു ടോൾഡ് മീ ടു ലീവ്. നീ എന്നോട് പോകാൻ പറഞ്ഞു. യു ലെഫ്റ്റ് മീ. നീ എന്നെ ക്ലോത്ത്സ് ആൻഡ് ഷൂസ്. വസ്ത്രങ്ങളും ചെരുപ്പുകളും മാത്രം നൽകിക്കൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ബട്ട്. പക്ഷേ. ഐ ഡിഡൻറ്റ് നോ. എനിക്ക് അറിയുകയില്ലായിരുന്നു. യു ഹാഡ് മണി. പക്ഷെ നിങ്ങളുടെ പക്കൽ പണമുള്ളത് എനിക്ക് അറിയുകയില്ലായിരുന്നു. സെഡ് ദ ഡോട്ടർ. മകൾ മറുപടി പറഞ്ഞു. ഈവൻ ഇഫ് യു ന്യൂ. നിനക്ക് അറിയുമായിരുന്നെങ്കിലും. ഇറ്റ് വുഡ് നോട്ട് ഹാവ് ചേഞ്ച്ഡ് എനിത്തിങ്. നിനക്ക് അറിയുമായിരുന്നെങ്കിലും യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ലായിരുന്നു. സെഡ് ദി ഓൾഡ് വുമൺ. ആ പ്രായമായ സ്ത്രീ പറഞ്ഞു. ദ ഡോട്ടർ ഡിമാൻഡ് മണി ആൻഡ് ദ ഹൗസ്.
ആ മകൾ പണവും ആ വീടും ആവശ്യപ്പെട്ടു. ദി ഓൾഡ് വുമൺ, ആ പ്രായമായ സ്ത്രീ, നൽകി, ഗവ് എ ഫ്യൂ കോയിൻസ് ആൻഡ് ക്ലോസ് ദ ഡോർ. ആ പ്രായമായ സ്ത്രീ കുറച്ച് നാണയങ്ങൾ നൽകിക്കൊണ്ട് വാതിലടച്ചു. ദ ഡോട്ടർ ലെഫ്റ്റ് ആംഗ്രിലി. ആംഗ്രിലി എന്നാൽ ദേഷ്യത്തോടെ മകൾ അവിടം വിട്ടുപോയി. ദ ഡോട്ടർ ആൻഡ് ഹസ്ബൻഡ് വേസ്റ്റഡ് ദ കോയിൻസ്. മകളും അവളുടെ ഭർത്താവും ആ നാണയങ്ങൾ പാഴാക്കി. ദേ ബോട്ട്, അവർ വാങ്ങിച്ചു, ഓൺലി സം ഫുഡ്, അല്പം ഭക്ഷണം മാത്രം അവർ വാങ്ങിച്ചു. ദേ തോട്ട്, അവർ കരുതി, ദ മദർ വുഡ് ഗിവ് ദം മോർ ലേറ്റർ. ലേറ്റർ എന്നാൽ പിന്നീട്, വുഡ് ഗിവ് എന്നാൽ നൽകിയേക്കും, ദം എന്നാൽ അവർക്ക്. ആ അമ്മ അവർക്ക് പിന്നീട് ഇനിയും കൂടുതൽ പണം നൽകുമെന്ന് അവർ കരുതി. ദേ സ്റ്റോപ്ഡ് വർക്കിംഗ്, അവർ ജോലി ചെയ്യുന്നത് അവസാനിപ്പിച്ചു. ദി ഓൾഡ് ഹൗസ് ഫെൽ ഫേർദർ ഇൻ ടു റൂയിൻ. റൂയിൻ എന്നാൽ തകർന്നടിയുക, നശിക്കുക. ആ പഴയ വീട് കൂടുതൽ ജീർണിച്ച അവസ്ഥയിലായി. ദേ സോൾഡ്, അവർ വിറ്റു, ദി ഓൾഡ് ലാൻഡ് ആൻഡ് ഹൗസ് ചീപ്ലി. ചീപ്ലി എന്നാൽ കുറഞ്ഞ വിലക്ക്. കുറഞ്ഞ വിലയ്ക്ക് അവർ ആ പഴയ വീടും സ്ഥലവും വിറ്റു. സോൾഡ് എന്നാൽ വിറ്റു. ദേ തോട്ട്, അവർ കരുതി, വെൻ മദർ പാസ് അവേ, അമ്മ മരിച്ചു പോകുന്ന സമയത്ത്, വെൻ എന്നാൽ ആ സമയത്ത്, വെൻ മദർ പാസ് അവേ, അമ്മ മരിച്ചു പോകുന്ന സമയത്ത്, വി വിൽ ഇൻഹെരിറ്റ് ദ ന്യൂ ഫാം. ഇൻഹെരിറ്റ് എന്നാൽ പിൻഗാമിയാവുക എന്നുള്ള അർത്ഥമാണ്. അനന്തരാവകാശമായി ലഭിക്കുക. പുതിയ ഫാം നമുക്ക് അനന്തരാവകാശമായി ലഭിക്കും. ദേ ഡിഡ് നോട്ട് നോ, അവർക്ക് അറിയുമായിരുന്നില്ല. ദി ഓൾഡ് വുമൺ ഹാഡ് ഓൾറെഡി ഡിസൈഡഡ്, ആ പ്രായമായ സ്ത്രീ അത് നിലവിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ആർക്ക് നൽകണമെന്നുള്ളത്. അത് അവർക്ക് അറിയുകയില്ലായിരുന്നു. ഷീ വാണ്ടഡ് ദ ഫാം ടു ഗോ ടു ദ കൈൻഡ് ബോയ്. ആ സ്ത്രീ ആഗ്രഹിച്ചിരുന്നത് ആ ദയാലുത്വമുള്ള ആ പയ്യന് ആ കൃഷിയിടം ലഭിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഹൂ ഹെൽപ്ഡ് ഹെർ, അവളെ, ആ പ്രായമായ സ്ത്രീയെ സഹായിച്ച ആ പയ്യന് ലഭിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. നോട്ട് ടു ഹെർ അൺഗ്രേറ്റ്ഫുൾ ഡോട്ടർ. അൺഗ്രേറ്റ്ഫുൾ എന്നാൽ അർത്ഥം നന്ദി കെട്ട എന്നുള്ള അർത്ഥം, ഉപകാരസ്മരണ ഇല്ലാത്ത. തന്നെ സഹായിച്ച ദയയുള്ള ആ ആൺകുട്ടിക്കാണ് ഫാം ലഭിക്കേണ്ടത്, നന്ദിയില്ലാത്ത തൻ്റെ മകൾക്കല്ലെന്ന് അവൾ ആഗ്രഹിച്ചു. ആ പ്രായമായ സ്ത്രീ ആഗ്രഹിച്ചിരുന്നു. ദി ഓൾഡ് വുമൺ ഗ്രൂ സിക്ക്, ആ പ്രായമായ സ്ത്രീക്ക് അസുഖം ബാധിച്ചു. ഷീ റോട്ട്, അവൾ എഴുതി, എ വിൽ എന്നാൽ ഇവിടെ അർത്ഥം വിൽപത്രം എന്നുള്ള അർത്ഥമാണ്. ആ സ്ത്രീ ഒരു വിൽപത്രം എഴുതി. ഐ വാണ്ട് മൈ ഡോട്ടർ ടു ഹാവ് നത്തിങ്. അതിൽ എഴുതിയിരിക്കുന്നത് ഇതാണ്, എൻ്റെ മകൾക്ക് ഒന്നും ലഭിക്കരുത്. ഐ വാണ്ട് മൈ ഡോട്ടർ ടു ഹാവ് നത്തിങ്. എൻ്റെ മകൾക്ക് ഒന്നും ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദ ഫാം വിൽ ഗോ ടു ദ ബോയ് ഹൂ ഹെൽപ്ഡ് മീ വെൻ ഐ ഹാഡ് നോ വൺ. വെൻ എന്നാൽ ആ സമയത്ത്, വെൻ ഐ ഹാഡ് നോ വൺ, അതായത് അതിനർത്ഥം എനിക്ക് ആരും ഇല്ലാതിരുന്ന സമയത്ത് എന്നുള്ള അർത്ഥമാണ്. എനിക്ക് ആരും ഇല്ലാതിരുന്ന സമയത്ത് എന്നെ സഹായിച്ച ആ ആൺകുട്ടിക്കാണ് ഫാം ലഭിക്കേണ്ടത്. ഷീ പാസ്ഡ് അവേ, ആ പ്രായമായ സ്ത്രീ മരിച്ചു പോയി. പീസ്ഫുള്ളി ഇൻ ഹെർ ബെഡ്. പീസ്ഫുള്ളി എന്നാൽ സമാധാനത്തോടെ ആ പ്രായമായ സ്ത്രീ ആ സ്ത്രീയുടെ കിടക്കയിൽ കിടന്ന് മരണപ്പെട്ടു. പാസ്ഡ് അവേ എന്നാൽ മരിച്ചുപോയി. ദ ഡോട്ടർ ആൻഡ് സൺ ഇൻ ലോ കെയിം ടു ദ ഫാം. കെയിം എന്നാൽ വന്നു, ടു ദ ഫാം ആ ഫാമിലേക്ക് വന്നു. ആ മകളും മരുമകനും ഫാമിലേക്ക് വന്നു. നോ വൺ ആൻസേർഡ്, ആരും മറുപടി പറഞ്ഞില്ല. നെയ്ബേഴ്സ് ടോൾഡ് ദം, അയൽവാസികൾ അവരോട് പറഞ്ഞു. ദി ഓൾഡ് വുമൺ ഹാഡ് പാസ്ഡ് അവേ, ആ സ്ത്രീ മരിച്ചു പോയിട്ടുണ്ട് എന്ന്, പ്രായമായ സ്ത്രീ മരിച്ചു പോയിട്ടുണ്ടെന്ന് അയൽവാസികൾ അവരോട് പറഞ്ഞു. ദ ഫാം ബിലോങ്ഡ് ടു ദ ബോയ്, ആ കൃഷിയിടത്തിൻ്റെ ഉടമ ആ ആൺകുട്ടിയായിരിക്കുന്നു. ആ സ്ത്രീ മരിച്ചുപോയി, ആ പ്രായമായ സ്ത്രീ മരിച്ചുപോയി എന്നും അയൽവാസികൾ അവരോട് പറഞ്ഞു. ദ ഡോട്ടർ ഫെൽറ്റ് ഷോക്ക്ഡ്, ആ മകൾ ഞെട്ടിപ്പോയി. ദ സൺ ഇൻ ലോ വാസ് ആംഗ്രി, മരുമകന് ദേഷ്യം വന്നു. ദേ ഹാഡ് നോ ഹൗസ്, അവർക്ക് വീടില്ലായിരുന്നു. നോ ലാൻഡ്, നോ ഇൻഹെറിറ്റൻസ്, അവർക്ക് ഭൂമിയുമില്ല, പാരമ്പര്യ സ്വത്തുമില്ല. ദ ബോയ് ഇൻഹെരിറ്റഡ് ദ ഫാം, ആ ആൺകുട്ടി കൃഷിയിടത്തിൻ്റെ ഉടമസ്ഥനായിരിക്കുന്നു. ഹി വാസ് ഹംബിൾ ആൻഡ് താങ്ക്ഫുൾ. ഹംബിൾ എന്നാൽ വിനയമുള്ള, താങ്ക്ഫുൾ എന്നാൽ നന്ദിയുള്ള. ആ ആൺകുട്ടിക്ക് ഫാം അനന്തരാവകാശമായി ലഭിച്ചു. അവൻ വിനയമുള്ളവനും നന്ദിയുള്ളവനുമായിരുന്നു. ദ ഡോട്ടർ ആൻഡ് ഹസ്ബൻഡ് ലെഫ്റ്റ് ദ വില്ലേജ്, ആ മകളും അവളുടെ ഭർത്താവും ആ ഗ്രാമം വിട്ടുപോയി. ലെഫ്റ്റ് ദ വില്ലേജ് എന്നാൽ ആ ഗ്രാമം വിട്ടുപോയി. നോ വൺ സോ ദം അഗെയിൻ, അവരെ വീണ്ടും ആരും കണ്ടില്ല, പിന്നീട് അവരെ ആരും കണ്ടില്ല. നോ വൺ സോ എന്നാൽ ഒരാളും കണ്ടില്ല, ദം അവരെ, അഗെയിൻ എന്നാൽ വീണ്ടും, പിന്നീട് അവരെ ഒരാളും കണ്ടില്ല.
ബന്ധുക്കൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണമെന്നില്ല. ഗ്രീഡ് ആൻഡ് സെൽഫിഷ്നെസ് ബ്രിങ് പെയിൻ. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക, പെയിൻ എന്നാൽ വേദന, സെൽഫിഷ്നെസ് എന്നാൽ സ്വാർത്ഥത, ഗ്രീഡ് എന്നാൽ ആർത്തി. അത്യാഗ്രഹവും സ്വാർത്ഥതയും ദുഃഖം കൊണ്ടുവരുന്നു. അത്യാഗ്രഹവും സ്വാർത്ഥതയും ഒടുവിൽ വേദനയിലേക്ക് നയിക്കുന്നു. എ കൈൻഡ് ഹാർട്ട്. ഒരു ദയയുള്ള ഹൃദയം, ഒരു ദയയുള്ള മനസ്സ്. ഓൾവേസ് റിമെമ്പേഴ്സ്. എപ്പോഴും മറക്കാതെ സൂക്ഷിക്കുന്നു, എപ്പോഴും ഓർക്കുന്നു. ഗുഡ്. ഗുഡ് എന്നാൽ നന്മ, നല്ലത്. ഒരു ദയയുള്ള ഹൃദയം എപ്പോഴും നന്മയെ ഓർമ്മിക്കും. നല്ല മനസ്സുള്ളവർ ചെയ്ത നന്മ ഒരിക്കലും മറക്കുകയില്ല.